പക്ഷെ ഇതിന്റെ ഒരു നന്മയുണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു, ആ കുട്ടി നന്മയാണ് ചെയ്യുന്നത്. ഇന്ന് എത്ര വാട്സപ്പിന്റെ ഗ്രൂപ്പുകളുണ്ട്, ഉസ്താദുമാരുടെ വാദിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇതെന്തിനാണ്? ഇവർ നന്മ ഇങ്ങോട്ട് പ്രചരിപ്പിക്കാൻ. നിങ്ങൾ കൊടുത്തൊരു ഫോൺ കൊണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നന്മ പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് ഖൈറുണ്ട്, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ കൂടുതലും നടക്കുന്നത് തിന്മകളാണ്. അവിടെയാണ് പേടി തോന്നുന്നത്, അവിടെയാണ് ഭയന്നു പോകുന്നത്. നന്മകൾ നടക്കുന്നുണ്ട്, എത്രയോ വാലിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതേപോലെ വാലുകൾ ഷെയർ ചെയ്യാണ്. ഈ നന്മയ്ക്ക് വേണ്ടി മക്കള് നിങ്ങളുടെ മൊബൈൽ ഫോണുകളും നമ്മുടെ ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ചാൽ അൽഹംദുലില്ലാഹ് അതിനേക്കാൾ ഖൈറ് വേറെയുണ്ടോ? നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു മക്കളൊരു വാല് നമ്മുടെ മൊബൈൽ മുഴുവൻ മറ്റുള്ള യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്തെന്ന് സങ്കല്പിച്ചേക്ക്. യൂട്യൂബൊക്കെ ഇന്ന് വലിയൊരു സംവിധാനമാണ്. നമ്മുടെ ആധുനികതയുടെ കുതിപ്പും കിതപ്പും എന്നൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ യൂട്യൂബിനൊക്കെ ചർച്ച ചെയ്തില്ലെങ്കിൽ വിഷയവുമായി പൊരുത്തം വന്നില്ലെന്ന് എനിക്ക് തോന്നിപ്പോകും. യൂട്യൂബ് ഒരു സമ്പാദനം നടത്തുന്ന ഒരു മേഖലയാണ്. അതിൽ ഹറാം കൊണ്ട് സമ്പാദിക്കുന്നവരുണ്ട്, ഹലാല് കൊണ്ട് സമ്പാദിക്കുന്നവരുണ്ട്. നല്ല നല്ല വാദകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഇത് കാണുന്ന ആളുകൾ ഇതിന്റെ വ്യൂവേഴ്സ് വർദ്ധിക്കുമ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത ആളുകൾക്ക് അതിന്റെ വരുമാനം ലഭിക്കുന്നുണ്ട്. ആ വരുമാനം മാത്രമല്ലല്ലോ, ഇതൊരാൾ കണ്ടാൽ, ഈ വാദം കണ്ടിട്ട് ഒരാൾ നന്നായാൽ ഇത് അപ്ലോഡ് ചെയ്ത ആളുകൾക്കും അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകും. അതാണ് ഇതുകൊണ്ടുള്ള നേട്ടം. ഇനി യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വേണ്ടാത്ത വീഡിയോകൾ, കമ്പി വർത്തമാനങ്ങൾ, അല്ലേ? രണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ട് പ്രണയിനികൾ സംസാരിക്കുന്ന ആ ഒരു രാത്രിയുടെ യാമങ്ങളിൽ സല്ലപിക്കുന്ന അവരുടെ കിന്നാരങ്ങൾ ഒപ്പിയെടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. ഇത് ആളുകൾ കണ്ട് കേട്ട് അർമാദിക്കുക, ഇത് കണ്ടിട്ട് ആസ്വദിക്കുക. ആരാണോ അപ്ലോഡ് ചെയ്തത് അവർക്ക് ഇതിന്റെ നിരന്തരമായ തിന്മകൾ വരും. അയാൾ മരിച്ചാലും യൂട്യൂബിൽ അയാൾ ഉണ്ടാക്കിയ ചാനൽ ഉണ്ടാകും, അയാൾ അപ്ലോഡ് ചെയ്ത വീഡിയോ യൂട്യൂബിൽ ബാക്കിയുണ്ടാകും. അയാൾ മരിച്ചാൽ ഇത് ആരൊക്കെയാണ് അയാളുടെ മരണശേഷം കാണുന്നത്? ഖബറിലേക്ക് നിരന്തരമായി പോകും. ഇത് തമാശയല്ല. ഇത് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ യൂട്യൂബിൽ വേണ്ടാത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ യൂട്യൂബിൽ വേണ്ടാത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. വേണ്ടാത്ത, പ്രത്യേകിച്ചിട്ട് സെക്ഷുവൽ ടച്ചുള്ള വീഡിയോകളാകുമ്പോൾ അത് കാണാൻ ആളുകൾ കൂടുതലുണ്ടാകും. അപ്പൊ ഹറാമിൽ നിന്നുള്ള ഏണിംഗ് ആണ്. ആ ഏണിംഗ് ഹറാമാണ്. കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാം നബത മിൻ സുഖ്തിൻ. ഹറാമിൽ നിന്നുണ്ടായ എല്ലാ ഇറച്ചി കഷ്ണങ്ങളും പോകേണ്ടത് നരകത്തിലേക്കാണ്. ഫന്നാറു ഔലാ ബിഹി. അവൻ പോകുന്നത് നരകത്തിലേക്കാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കാലത്ത് ആരാണോ ആഖിറത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലാഹു നിനക്ക് നൽകിയ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ കൊണ്ട് അന്ത്യനാളിന്റെ ലക്ഷ്യമാണ് നിനക്കുണ്ടതെങ്കിൽ നീ രക്ഷപ്പെട്ടു. ജനങ്ങളിൽ ചില ആളുകൾ കളിച്ചിരി വിനോദങ്ങളുടെ ഡിവൈസുകൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ, ജമാഅത്തിന് വരുന്ന മക്കൾ ജമാഅത്ത് നിർത്താൻ തുടങ്ങി, ടിവിയിൽ കളി കാണാൻ തുടങ്ങി. ജമാഅത്തിന് വന്നിരുന്ന മക്കൾ കളി കാണാൻ തുടങ്ങി, ജമാഅത്ത് ഡിലയാവാൻ തുടങ്ങി. മഗ്‌രിബ് നിസ്കരിച്ച് ഖുർആൻ ഓതിയിരുന്ന ഉമ്മമാർ സീരിയൽ കാണാൻ തുടങ്ങി. ടിവി വാങ്ങിച്ചു കൊടുത്തവൻ ആരാ? ചാനൽ കാണാനാണ്, വാർത്ത കാണാനാണെന്ന വ്യാജേനയാണ് വാങ്ങിക്കുന്നതെങ്കിലും അറിയാതെ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ ഒരു ഡിവൈസുകൾ അപകടങ്ങളാണ് വിളിച്ചു വരുത്തുന്നത്. ഇങ്ങനെ തെറ്റുകൾ ചെയ്തു ശരീരമാസകലം കറുത്തുപോയാൽ ദീനിനെ തന്നെ നിസ്സാരമാക്കുന്ന, അള്ളാഹുവിന്റെ മഹിതമായ അള്ളാഹുവിന്റെ ആശയങ്ങളെ തന്നെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം അവനുണ്ടാകും. ഇതിനെയൊക്കെ അവൻ നിസ്സാരവൽക്കരിച്ച് കാണാൻ തുടങ്ങും. വാലുകൾ അവന് പ്രാധാന്യമല്ല, മജ്‌ലിസുന്നൂർ അവന് പ്രാധാന്യമല്ല, ഇൽമിന്റെയോ സ്വലാത്തിന്റെയോ ദിക്റിന്റെയോ മജ്‌ലിസുകൾക്ക് യാതൊരു പരിഗണനയും നൽകാതെ ദുനിയാവിന്റെ ഭൗതികതയുടെ പിന്നാലെ അവൻ സഞ്ചരിക്കാൻ തുടങ്ങും. അവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് നിന്ദ്യമായ ശിക്ഷയാണ്, ഏറ്റവും നീചമായ ശിക്ഷയാണ്. ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത്. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുത്ത ആളാണ്. പക്ഷേ എന്ത് ചെയ്യാ? ഇനിയെങ്കിലും മക്കളോട് പറയാ, ഇതുകൊണ്ട് നന്മയെ ചെയ്യാൻ പാടുള്ളൂ മോനെ. ദയവ് ചെയ്ത് നിനക്ക് വാങ്ങിച്ചു തന്ന ഉപ്പ നരകത്തിൽ പോകാൻ ഇത് കാരണമാവരുത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പെരുന്നാളിന്റെ രാത്രി മക്കളും ഭാര്യയും കരയുകയാണ്. ഭർത്താവിന്റെ മുമ്പിൽ പോയി, ഉപ്പയുടെ മുമ്പിൽ പോയി 9 മക്കൾ കരഞ്ഞു. ഉപ്പ,
നാട്ടുകാരെല്ലാം പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോ ഞങ്ങൾ മാത്രം കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് പോകണോ? ഞങ്ങൾക്ക് പുതിയ വസ്ത്രം വേണമെന്ന് പറഞ്ഞു. മക്കളും ഭാര്യയും തന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഉപ്പ ചോദിച്ചത്, മക്കളെ നിങ്ങൾ എന്താണ് പറയുന്നത്? ബൈത്തുൽ മാലിൽ നിന്ന്, സമൂഹത്തിന്റെ സ്വത്തിൽ നിന്ന്, പൊതുമുതലിൽ നിന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ പുതുവസ്ത്രങ്ങൾ വാങ്ങിച്ചു തന്ന് നിങ്ങളുടെ ഉപ്പ നരകത്തിലേക്ക് പോകുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം? അല്ലാതെ ഈ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് ഉപ്പയും നിങ്ങളും സ്വർഗത്തിലേക്ക് പോകുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം? മക്കള് പറഞ്ഞു, ഉപ്പ ഞങ്ങൾക്ക് സ്വർഗം മതി, ഉപ്പ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ അതേ ഒരു അഭിപ്രായം, അതേ ഒരു ചിന്തയായിരിക്കട്ടെ നമ്മുടെ മക്കളും ചെല്ലുന്നത്. സ്വന്തം ഉപ്പ വാങ്ങിച്ചു തന്ന മൊബൈൽ ഫോൺ കാരണം, ഉപ്പ വാങ്ങിച്ചു തന്ന ടിവിയും ലാപ്ടോപ്പുകൾ കാരണം ഉപ്പമാര് നരകത്തിലേക്ക് പോകുന്നൊരവസ്ഥയില്ലാതെ നിന്റെ ഉപ്പയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചേക്ക്. ദഅവത്തിന്റെ മേഖലയായി, പ്രബോധനത്തിന്റെ മേഖലയായി, നന്മകൾ പ്രചരിപ്പിക്കുന്ന മേഖലയായി ഈ ഒരു വിഷയത്തെ നമ്മൾ മാറ്റുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരൊറ്റൊരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിമ്മാ യമിന മിൻ അമലിഹി, ഒരാളുടെ സൽപ്രവർത്തനങ്ങളിൽ നിന്ന് ഒരാളുടെ മുഅ്മിനായ ഒരു സഹോദരന്റെ ഖബറിലേക്ക് നിരന്തരമായി വരുന്ന നന്മകൾ ഏതൊക്കെയെന്ന്. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വ ഹസനാതിഹി ബഅദ മൗതിഹി, നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന നന്മകൾ ഏതൊക്കെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുകയാണ്. ഇൽമൻ അല്ലമഹു വ നശറ, അവൻ പ്രചരിപ്പിച്ച ഇൽമ്. ഈ വാലുകൾ നിങ്ങൾ കേട്ടു, നിങ്ങളത് റെക്കോർഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്നൊരു വാല് ഡൗൺലോഡ് ചെയ്തു, എന്നിട്ടത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. നമ്മളൊരു വാല് പറഞ്ഞു കൊടുത്തു, വാട്സപ്പിൽ വരുന്ന ഒരു സന്ദേശം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. ഇൽമൻ അല്ലമഹു വ നശറ, നമ്മൾ പഠിപ്പിച്ച ഇൽമുകൾ, നമ്മൾ പ്രചരിപ്പിച്ച ഇൽമുകൾ, നമ്മൾ സ്പ്രെഡ് ചെയ്ത ഇൽമുകൾ, അത് നാളെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇസ്രായേലിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത ഇൽമ്. ഇപ്പൊ നമ്മളൊരു വാല് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നന്നായി, എനിക്ക് വലിയൊരു നേട്ടമായിരിക്കും അത്. അല്ലാതെ കുറെ വാല് പറഞ്ഞ് പൈസ വാങ്ങിച്ചു പോയി, നിങ്ങൾ ആരും നന്നായിട്ടൊന്നും ഇല്ല, എന്താ കാര്യം? ഒരാൾ നന്നായത് ആഖിറത്തിലേക്ക്, ദുനിയാവിലേക്ക് നല്ലതാണ്. ഒരാൾ നന്നായി. ഇനി ഈ വാല് നിങ്ങൾ കേട്ടു, നിങ്ങളുടെ ഭാര്യയോട് പോയിട്ട് സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മക്കൾ നന്നായി എങ്കിൽ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഖബറിലേക്ക് ഇതിന്റെ ഓഫർ, ഇതിന്റെ ഓഹരി. ഇൽമൻ അല്ലമഹു വ നശറ. രണ്ടാമത് പറഞ്ഞത് ഔ വലദൻ സാലിഹൻ തറക, നമ്മൾ ഇട്ടേച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ മക്കൾ. അതേപോലെ أو صدقة نخرجها من ماله في صحته وحياته تلحقه من بعد موته. നമ്മൾ നല്ല ആയുസ്സും ആരോഗ്യവുമുള്ള സമയത്ത് നമ്മൾ ചെലവഴിച്ച സമ്പത്തും നമ്മുടെ ഖബറിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. നാളെ നമ്മൾക്ക് നമ്മുടെ മരണശേഷം അവിടെ ഈ സ്വതക്കകളൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കും. 15 കൊടുത്തതും 5 കൊടുത്തതും 1000 കൊടുത്തതൊക്കെ അല്ലാഹു നാളെ ഖബറിൽ വെച്ച് നമ്മൾക്ക് കണ്ടുമുട്ടാനുള്ള നന്മയാണ്. അല്ലാഹു നമ്മുടെ നന്മകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഈ വാലുകൾ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു വാലാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ.